ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിയോ ക്ലിപ്പ് മിക്സറിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഓഡിയോ ട്രാക്ക് മിക്സറായിരുന്നു. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓഡിയോ ട്രാക്ക് മിക്സർ ഉപയോഗിച്ച് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ, ഓരോ ട്രാക്ക് ഇപ്പോൾ നമുക്കാണ് കുറേ ട്രാക്കുണ്ട്. ഇവിടെ മ്യൂസിക് ട്രാക്കുണ്ട്, ട്രാൻസിഷൻ ട്രാക്കുണ്ട്, നമ്മൾ ഇതിന് ഓരോ പേരിട്ടായിരുന്നു. ഈ ട്രാക്കൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തും, വോളിയം കുറയ്ക്കുമ്പോൾ ഈ ട്രാക്കിൻ്റെ അകത്തുള്ള എൻ്റയർ ക്ലിപ്പിൻ്റെയും വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ഓഡിയോ ക്ലിപ്പ് മിക്സർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഓഡിയോ ട്രാക്ക് മിക്സറിൻ്റെ അകത്ത് കാണിക്കുന്ന പോലെ തന്നെയാണ് ഓരോ ട്രാക്കുമാണ് കാണിക്കുന്നത്. ഇപ്പം മ്യൂസിക്, ട്രാൻസിഷന്, ഇപ്പം നമ്മളിട്ട പേരെല്ലാം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പേര് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി നമ്മളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂസിന് ചേഞ്ച് വരുത്തുവാണെങ്കിൽ എൻ്റെ ട്രാക്കിനും ചേഞ്ചസ് ഒന്നും വരത്തില്ല, ഓരോ ക്ലിപ്പിനും ഇൻഡിവിജ്വലായിട്ട് വരത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ ഒരു ക്ലിപ്പുകൾക്ക് ചേഞ്ച് വരുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിവിടെ വെക്കുന്നു, ഇവിടെ ട്രാൻസിഷൻ ഒന്നുമില്ല. ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ട്രാക്കിൻ്റെ അകത്ത് ഇവിടെ മ്യൂസിക് ഒന്നുമില്ല, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് പ്ലേ ഹെഡ് ഇരിക്കുന്നിടത്ത് മ്യൂസിക് ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സ്ലൈഡർ പോലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ, പ്ലേ ഹെഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഈ ഒരു ട്രാക്കിൻ്റെ അകത്ത് ഒരു മ്യൂസിക്കും ഇല്ല. പക്ഷേ നമ്മൾ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഇവിടെ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് മ്യൂസിക് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലൈഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണ്. ഉദാഹരണമായിട്ട് ഞാനാണെങ്കിൽ ഇന്ന് സൂം ചെയ്ത് വെച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ. ഇപ്പം നമ്മളാണ് ഇവിടെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. കൂടുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഇതിൻ്റെ ലെവൽ ചേഞ്ച് ആയത് കാണാൻ പറ്റും, ഈ ഒരു ലൈൻ മാറിയത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു മ്യൂസിക്കിൻ്റെ മൊത്തത്തിലുള്ള ലെവൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മ്യൂസിക്കിൻ്റെ മാത്രം ലെവലേ മാറിയിട്ടുള്ളൂ. ഈ ബാക്കിയുള്ള ഈ ഒരു ട്രാക്കിൻ്റെ അകത്തുള്ള ബാക്കിയുള്ളതിൻ്റെ ലെവലൊന്നും മാറിയിട്ടില്ല, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് ഞാൻ ഫുള്ള് കൂട്ടിയിടാൻ പോവാണ്, ഫുള്ള് കൂട്ടിയിട്ടുണ്ട്. ബാക്കി ഒന്നിനും ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇത് കൺട്രോൾ ചെയ്യുന്നത് ഓരോ ക്ലിപ്പിനെയാണ്. നമ്മുടെ പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തെ ക്ലിപ്പിനെ മാത്രമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓഡിയോ ട്രാക്ക് മിക്സറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓരോ ക്ലിപ്പ് ഇൻഡിവിജ്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ മുകളിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ 3 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂട്ട്, സോളോ, പിന്നെ റൈറ്റ്, കീ ഫ്രെയിം. ഈ 3 ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. മ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ട്രാക്ക് മൊത്തത്തിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ട്രാക്ക് മൊത്തത്തിൽ മ്യൂട്ടായിട്ടുണ്ട്. സോളോ എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും പ്ലേ ആവുന്നത്. ഇപ്പോൾ നമ്മൾ ആൾറെഡി ഓഡിയോ ട്രാക്ക് മിക്സറിൻ്റെ അകത്ത് അതൊക്കെ പഠിച്ചാണ്, ഇവിടെ തന്നെ അത് കിടപ്പുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റൈറ്റ് കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അത് കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഉദാഹരണമായിട്ട് നമ്മുടെ മ്യൂസിക് എടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ മ്യൂസിക്കിൻ്റെ ട്രാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇവിടെ മ്യൂസിക്കിൻ്റെ ഈ ഒരു ട്രാക്കിൻ്റെ മുകളിലുള്ള ഈ ഒരു റൈറ്റ് കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളാണ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കീ ഫ്രെയിം വരുന്നതാണ്. ഈ മ്യൂസിക്കിൻ്റെ ട്രാക്കിൻ്റെ അകത്തുള്ള ക്ലിപ്പിനാണ് ചേഞ്ചസ് വരുന്നത്. ഇപ്പോൾ നമുക്കാണ് ഇവിടെ കീ ഫ്രെയിം കൊടുക്കാം. ഇപ്പോൾ ഞാനാണ് ഇവിടെ ആദ്യത്തെ വാല്യൂ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്, -7 ആക്കാൻ പോവാണ്. ഇവിടെ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ട്. ഇനി ഞാനാണ് പ്ലേയുടെ ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ഈ സ്ലൈഡർ ഒന്ന് കൂട്ടാൻ പോവാണ്, വാല്യൂ കൂട്ടാൻ പോവാണ്. ഇവിടെ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു കീ ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കീ ഫ്രെയിം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി മുകളിൽ നമുക്കാണെങ്കിൽ പാനിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ നമുക്ക് പാൻ ചെയ്യാനൊക്കെ പറ്റും. തൽക്കാലം ഞാനാണ് ഇതങ്ങ് ഓഫാക്കാൻ പോകാം, കീ ഫ്രെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനാണ് ലെഫ്റ്റ് സൈഡിലോട്ട് പാൻ ചെയ്ത് കാണിക്കാം. പ്ലേ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ മാത്രമായിരിക്കും കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലാക്കിയിട്ടുണ്ട്. പ്ലേ ചെയ്യാൻ നോക്കാം നമുക്ക്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമാണ് കേൾക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് പാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് അതും കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും. ഈ റൈറ്റ് കീ ഫ്രെയിം കൊടുത്തിട്ട് നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞാൽ അതും ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ റൈറ്റ് കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വാല്യൂ അങ്ങ് -100 ആക്കാൻ പോവാണ്. ഇവിടെ ഒരു കീ ഫ്രെയിം വീഴുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അതോടെ കാണാൻ പറ്റത്തില്ല, അത് ഞാൻ കാണിച്ചു തരാം പിന്നീട്. ഇനി ഞാനാണ് പ്ലേ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ട് 100 ആക്കാൻ പോവാണ്. 100 ആക്കിയിട്ടുണ്ട്. ഇവിടെ കീ ഫ്രെയിം വീണിട്ടുണ്ട്. ഇപ്പോൾ ഈ പാനിങ്ങിൻ്റെതും കീ ഫ്രെയിം ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ അങ്ങ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ കീ ഫ്രെയിം കാണണമെന്നുണ്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എഫക്റ്റ് കൺട്രോൾ പാനലെടുക്കണം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്യണം. ക്ലിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്ലിപ്പിൻ്റെ അകത്തുള്ള കീ ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പാനറിൻ്റെ അകത്ത് 2 കീ ഫ്രെയിം കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ബാലൻസ് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയുള്ള കീ ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇപ്പോൾ ഈ പാൻ ചെയ്യുന്ന കീ ഫ്രെയിമൊക്കെ, ഈ ക്ലിപ്പ് പാൻ ചെയ്യുന്ന കീ ഫ്രെയിമൊക്കെ ക്ലിപ്പിൻ്റെ അകത്ത് എഫക്റ്റ് കൺട്രോൾ പാനലെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ അതങ്ങ് ഡിലീറ്റ് ആവുന്നതാണ്. ഇങ്ങനെ നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റുന്നതാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ലെവലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതിൻ്റെ അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിപ്പ് കീ ഫ്രെയിം കിടക്കുവാണെങ്കിൽ മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇവിടെ ട്രാക്ക് കീ ഫ്രെയിം ഉണ്ട്. ഇപ്പോൾ ഈ വോളിയം ഇടുവാണെങ്കിൽ ട്രാക്കിൻ്റെ കീ ഫ്രെയിമാണ് ഇവിടെ കാണുന്നത്, ട്രാക്കിൻ്റെ ലൈനാണ് ഇവിടെ കാണുന്നത്, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഫുൾ ലൈനുണ്ട്, ട്രാക്ക് ഫുള്ളായിട്ടുള്ള ലൈനുണ്ട്.
ക്ലിപ്പ് കീ ഫ്രെയിം ഇട്ടാൽ മാത്രമേ ക്ലിപ്പിൽ മാത്രമുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ലൈൻ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കീ ഫ്രെയിം നമ്മൾ കാണുന്നില്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ നമുക്കാണ് ട്രാക്ക് നമ്മൾ പാൻ ചെയ്യുമായിരുന്നെങ്കിൽ, നമ്മൾ ഓഡിയോ ട്രാക്ക് മിക്സർ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാക്കൊക്കെ പാൻ ചെയ്യുമായിരുന്നെങ്കിൽ അതിൻ്റെ കീ ഫ്രെയിം കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ട്രാക്ക് പാനർ ബാലൻസ് ഇട്ടാൽ മതി. അപ്പോൾ ട്രാക്ക് പാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാനിങ്ങിൻ്റെ കീ ഫ്രെയിം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്ക് ക്ലിപ്പ് കീ ഫ്രെയിം തന്നെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കാണ് ഇതിൻ്റെ അകത്തുനിന്ന് കീ ഫ്രെയിം കളയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻ ടൂൾ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി ചെറുതാക്കിയിടാം. പെൻ ടൂൾ എടുക്കണം. എന്നിട്ട് നമ്മളാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യണം. രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. കീ ഫ്രെയിം അങ്ങ് ഡിലീറ്റ് ആവുന്നതാണ്. ഇങ്ങനെ നമുക്ക് കീ ഫ്രെയിം കളയാൻ പറ്റുന്നതാണ്. ഇനി നമുക്കാണ് ഇവിടെ പാനിങ് അങ്ങ് 0 ആക്കാം. ഇവിടെ അങ്ങ് 0 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കാണ് സെലക്ഷൻ ടൂൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള മറ്റ് ചില ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇത് കാണാൻ പറ്റും. നമുക്ക് 2 വാല്യൂസ് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കാണ് ഷോ വാല്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളാണ് ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് മുകളിൽ ഏറ്റവും ടോപ്പ് ഭാഗവും ബോട്ടം ഭാഗവും ചെറുതാവുന്ന ഭാഗവും നമുക്ക് കാണാൻ പറ്റും. കൃത്യമായിട്ട് കാണാൻ പറ്റും. ഏറ്റവും ടോപ്പ് ഭാഗവും കാണാൻ പറ്റും, താഴെയുള്ള ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഡൈനാമിക്കാണ് എന്ന് വെച്ചാൽ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സ്റ്റാറ്റിക് ആക്കാൻ പറ്റും. നമുക്കാണ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാറ്റിക് പീക്ക് ആക്കാൻ പറ്റും. ഇതാക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കാണ് എപ്പോഴും അത് സ്റ്റാറ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും വലുതിൽ എപ്പോഴും അത് സ്റ്റേ ചെയ്യുന്നതാണ്. ഏറ്റവും ചെറിയ പോയിന്റിൽ അത് എപ്പോഴും സ്റ്റേ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് ചെയ്ത് നോക്കിയാൽ അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി നമുക്കാണ് ഇതിൻ്റെ അകത്ത് ഷോ കളർ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇത് ഗ്രേഡിയൻ്റ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ഇല്ലാത്തൊരു കളറാണ് നമ്മൾ കാണുന്നത്. ഗ്രേഡിയൻ്റ് ആയിട്ടല്ല കാണുന്നത്. ഗ്രേഡിയൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രേഡിയൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഷോ ചാനൽ വോളിയമാണ്. ഇത് എനേബിൾ ചെയ്യുവാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓരോ ചാനലിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് ചാനലിൻ്റെ, ഇവിടെ റൈറ്റ് ചാനലിൻ്റെ വോളിയം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും നമുക്ക് കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും. കീ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഫക്റ്റ് കൺട്രോൾ പാനലിൻ്റെ അകത്ത് അതും വരുന്നതായിരിക്കും. ക്ലിപ്പ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അതും കാണാൻ പറ്റും. ചാനൽ വോളിയത്തിൻ്റെ അകത്ത് ലെഫ്റ്റ് റൈറ്റും ഒക്കെ കീ ഫ്രെയിം ആവുന്നതാണ്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓഡിയോ ക്ലിപ്പ് മിക്സറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്.